എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം. आप सभी को यीशु मसीह के नाम से हम स्वागत करते हैं। നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. हमारा प्रार्थना का उत्तर है। ഞാനൊരു ഉദാഹരണം പറഞ്ഞ് തുടങ്ങാം. मैं एक उदाहरण देकर मैं अपने इस संदेश को शुरुआत करता हूं। ഈ അടുത്ത സമയത്ത് ഞാനൊരു വീഡിയോ ക്ലിപ്പ് കേൾക്കാനിടയായി. और एक हाल ही में मैं एक वीडियो क्लिप मैंने अपने देखने में मुझे संभव हुआ। ഒരു പക്ഷെ നിങ്ങളും കേട്ട് കാണും. हो सकता है कि आप लोगों ने भी सुना होगा। ചൈന ബാംബുവിന്റെ സ്റ്റോറിയാണ്. ചൈന ബാംബു നമുക്കറിയാം, മുള, ചൈനയുടെ മുളയെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. चाइना में जो उपलब्ध होने वाला बांस है उसका विषय में ये कहानी है। അത് മുളച്ചാൽ വിത്തിൻ 40 days 27 മീറ്റർ വളരും. और ये बाम्बू या ये जो घास है यदि वो अंकुरित होते हैं तो 40 दिन के अंदर ये बढ़ने लग जाते हैं। നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? ഇത് മുളച്ചാൽ അടുത്ത 40 ദിവസത്തിനുള്ളിൽ 27 മീറ്റർ നീളം വയ്ക്കും. और ये घास जो है अंकुरित होकर 40 दिन के अंदर 27 मीटर तक की ऊंचाई में वे पहुंच जाते हैं। പക്ഷെ അത് മുളയ്ക്കണമെങ്കിൽ 5 വർഷത്തെ പരിപാലനം ആവശ്യമാണ്. लेकिन उसे यदि अंकुरित होकर बाहर आना है तो उसे 5 साल तक आप उसके लिए इंतजार करना है और उसकी परिवेशन करना है। അതിന്റെ വിത്ത് മണ്ണിനടിയിൽ നട്ടു കഴിഞ്ഞാൽ അടുത്ത 1 വർഷത്തേക്ക് അത് മണ്ണിനടിയിൽ ഉണ്ടോന്ന് പോലും അറിയത്തില്ല. പക്ഷെ അതിന് വളവും വെള്ളവും കൊടുത്തേ പറ്റൂ. और उसे आप उसकी बीज को बोते हैं तो अगले 5 साल तक आप उस बीज को पानी और खाद देते रहना है। कई बार സെക്കൻഡ് लगते हैं कि वो वहां पर है भी या नहीं। രണ്ടാം വർഷവും തേർഡ് ഇയറും ഫോർത്ത് ഇയറും ഫിഫ്ത് ഇയറും അതുപോലെ യാതൊരു തടസ്സവും കൂടാതെ അതിനാവശ്യമായ നിലയിൽ പരിപാലനം ചെയ്തേ പറ്റൂ. और दूसरा तीसरा ऐसे अगले 5 साल तक बिना उसे छुए उसकी आमीन जो है देख रेख करना जरूरी रहता है। ഈ 5 വർഷവും മണ്ണിനടിയിൽ നിന്ന് യാതൊരു അടയാളവും റിസൾട്ടും കാണാൻ സാധിക്കത്തില്ല. और ये अगले 5 साल जो होता है वे उस मिट्टी के अंदर से कोई भी प्रकार के संकेत को नहीं देता। അത് അവതരിപ്പിച്ചവർ പറയുന്നത് ഈ 5 വർഷം ഇത് വളരാൻ ആവശ്യമായ നിലയിൽ അടിക്ക് വേരൂന്നി പ്രിപ്പയർ ചെയ്യുകയായിരുന്നു. और ये जो उसके देखरेख करने वाले लोग हैं वो इस प्रकार से वो कहते हैं कि ये 5 साल वो बांस को बढ़ने के लायक उसके तैयारियों को वो अंदर ही अंदर करता रहता है। ഇത് കേട്ടപ്പം ഞാൻ നിങ്ങളെ കുറിച്ചും എന്നെ കുറിച്ചും ചിന്തിച്ചു. और ये बात को जब मैंने सुना तो मैं आप लोगों के विषय में और मेरे विषय में मैंने सोचने लगा। നമ്മൾ അനവധി വിഷയങ്ങൾക്കായി കഴിഞ്ഞ 5.5 വർഷമായി പ്രാർത്ഥിക്കുക. हम काफी विषयों के लिए पिछले 5.5 साल से हम प्रार्थना करते आ रहे हैं। പലരുടെയും മറുപടിയാണ് ചില വിഷയങ്ങൾക്ക് വേണ്ടി ഇതുവരെയും മറുപടി ഒന്നും കിട്ടിയില്ലെന്ന്. और कई लोगों का इस प्रकार का एक उत्तर हमें मिलता है कि कई विषयों के लिए हमने प्रार्थना किया था परंतु कोई भी प्रकार से प्रभु से उत्तर हम नहीं पा रहे हैं। നിങ്ങൾക്ക് ദൈവം തരേണ്ട പ്രതിഫലം അല്ലെങ്കിൽ റിസൾട്ട് എത്രയും വലുതായതുകൊണ്ട് അതിനുവേണ്ടി ദൈവം നിങ്ങളെ ഒരുക്കി എടുത്തുകൊണ്ടിരിക്കുക. അതിന്റെ വേര് ആഴങ്ങളിലേക്ക് വളർന്നുകൊണ്ടിരിക്കുക. आपके लिए परमेश्वर जो आमीन उत्तर देने का है वो आपके लिए प्रभु तैयारी कर रहा है। उस जड़ के अंदर उसी का कार्य हो रहा है और प्रभु उसके लिए आपको तैयार भी कर रहा है। ഒരു ദിവസം അത് പുറത്തു വരും. एक दिन वो जरूर बाहर आएगा। അതുകൊണ്ടാ യേശു പറഞ്ഞ നിങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിപ്പീൻ. इसलिए यीशु मसीह ने हमसे ये बात को कहता है कि तुम बिना थके प्रार्थना करते रहो। നിങ്ങളൊരു മിഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ആളായിരിക്കാം. आप हो सकता है कि एक मिशन कार्य में आपका पूर्ण रीति से समर्पण किया हुआ व्यक्ति हो। നിങ്ങൾ ഒരു പക്ഷേ വളരെ പ്രൊജക്ട് അല്ലെങ്കിൽ പ്രോഗ്രാം ഓറിയന്റഡ് ആയിരിക്കാം.
हो सकता है कि आप बहुत सारे आमीन कार्यों को करने वाला और उसी में आपका ध्यान रखने वाला एक व्यक्ति हो। നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് എത്രയും വേഗം ഒരു റിസൾട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. हम एक कार्य को जब हम करना शुरुआत करते हैं तो हो सकता है हमारे अंदर ये उम्मीद रहता है कि हम जल्दी से जल्दी उस विषय के प्रति हम उत्तर को देखें या उसका सफलता को देखें। എന്നാൽ മറുപടി ലഭിക്കാൻ ഡിലേ ആകുന്ന നിമിത്തം നാം ചിന്തിക്കും, ഇനിയും ഇത് സംഭവിക്കയില്ല, ഒരു പക്ഷേ ദൈവഹിതമല്ല, ഇതുവരെയും അതിന്റെ മുള പോലും കാണാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് നമ്മൾ പ്രാർത്ഥനയിൽ മടുത്തു പോകാൻ സാധ്യതയുണ്ട്. और कई बार उत्तर जब विलंब हो जाते हैं तो हम इस प्रकार से सोचने लगते हैं कि शायद परमेश्वर उस विषय में कोई कार्य नहीं कर रहा, उसका कोई भी संकेत भी मुझे दिखाई नहीं दे रहा, और इस कारण से हम प्रार्थना में हम कई बार निराश हो जाते हैं। അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്ന്. इसलिए यीशु मसीह ये बात को हमें सिखाता है कि हमें बिना थके निरंतर प्रार्थना करते रहना है। എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, എന്റെ അനുഭവത്തിലൂടെ ഞാൻ നിങ്ങളുടെ കാര്യം പറയട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്, നിശ്ചയം. താമസിക്കയില്ല. റൈറ്റ് ടൈമിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം നിങ്ങളുടെ മുറിയിലേക്ക് ഇറങ്ങി വരും. और मेरे सुनने वाले मेरे प्रिय प्रभु के दास दासियों और हम हर एक विश्वासी गणों में अपने अनुभव से ये बात को आपको बताना चाहता हूं कि आप यदि प्रार्थना करने वाला एक व्यक्ति हैं तो आप अपने उत्तर के विलंब को देखकर आप निराश होने की आवश्यकता नहीं है। परमेश्वर उसका सही समय पर आपके लिए उत्तर देने वाला प्रभु है। അബ്രഹാം 25 വർഷം മാത്രമേ കാത്തിരുന്നുള്ളൂ എങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം വായിക്കുമ്പോൾ 38 വർഷം കഴിഞ്ഞാലും അവൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഇറങ്ങി വരുന്ന കർത്താവാണ്. अब्राहम हो सकता है कि 25 साल तक अपने वायदा के लिए उसको इंतजार किया है, परंतु यूहन्ना के सुसमाचार उसके 5वें अध्याय में जब हम आते हैं तो 38 साल के बाद भी आमीन एक व्यक्ति के लिए उतर आने वाला परमेश्वर है हमारा यीशु मसीह। ചിലരുടെ മുഖത്ത് പ്രത്യാശ തെളിഞ്ഞു വരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. कई लोगों के जीवन में ये आशा आमीन और बड़े चमकते हुए दिखाई दे रहे हैं। ऐसे कोई है तो अपने हाथों को उठाकर आप प्रभु का स्तुति धन्यवाद कर सकते हैं। യേശു പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞു, നിങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിപ്പീൻ, ഉപവാസത്തോടെ പ്രാർത്ഥിപ്പീൻ, നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, ഇങ്ങനെ നിങ്ങളെ പേഴ്സിക്യൂട്ട് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ഇങ്ങനെ അനവധി കാര്യങ്ങൾ പ്രാർത്ഥനയെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. यीशु मसीह ने प्रार्थना के संदर्भ में इस प्रकार से कहा है कि तुम बिना थके प्रार्थना करना है, उपवास के साथ प्रार्थना करना है। आप अपने शत्रुओं के लिए प्रार्थना करें, आप अपने सताने वालों के लिए भी प्रार्थना करें। ऐसे अनेक अनेक प्रकार से प्रार्थना करने के विषय में कहा जाता है। എന്നാൽ ഇന്ന് എന്റെ വിഷയം വേറെയാണ്. ഇതൊന്നുമല്ല. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 40-41 വാക്യം ഇങ്ങനെ വായിക്കുന്നു. അവൻ പിന്നെയും ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട്, എന്നോടുകൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. और आज का विषय हमारा इस संदर्भ में है मत्ती के सुसमाचार उसके 26वें अध्याय उसकी 40 और 41 आयत में इस प्रकार से लिखता है, फिर उसने चेलों के पास आकर उन्हें सोते पाया और पतरस से कहा, क्या तुम मेरे साथ एक घड़ी भी ना जाग सके? जागते रहो और प्रार्थना करते रहो कि तुम परीक्षा में ना पड़ो। आत्मा तो तैयार है परंतु शरीर दुर्बल है। യേശു പ്ലീഡ് ചെയ്യുകയാണ്, 1 മണിക്കൂർ എന്നോടിരുന്ന് പ്രാർത്ഥിപ്പാൻ. यीशु मसीह अपने चेलों के साथ ये बात का विनती करता है कि कम से कम 1 घंटा 1 पहर तो मेरे साथ तुम प्रार्थना किया करो। കാരണം അവനൊരു സ്പിരിച്വൽ വിജിലൻസ്, ഒരു സപ്പോർട്ട്, അല്ലെങ്കിൽ അവന്റെ ഡിഫിക്കൽട്ട് സിറ്റുവേഷനില് അവന്റെ ഫെലോഷിപ്പ് ആവശ്യമാണ്. നിങ്ങൾ 1 മണിക്കൂർ എന്നോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിപ്പീൻ. कारण ये था यीशु मसीह के उस आमीन कठिन समय में यीशु मसीह चाहता था कि उसी के साथ कोई और बैठकर प्रार्थना करे, उनके साथ थोड़ा इंतजार करे और एक एक मदद के रूप में वे लोग भी यीशु के साथ प्रार्थना में बैठे रहें। ഇന്ന് ഞാൻ ഇതിനെ കുറിച്ച് പ്രസംഗിക്കുകയല്ല.
ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഒരു ചേഞ്ച് ആവശ്യമാണ്. आज इसके विषय में मैं आपसे प्रचार नहीं कर रहा हूं, परंतु एक विनती के रूप में मैं आपसे बता रहा हूं कि हमारे आमीन सोच विचार में इन दिनों में एक बदलाहट की बहुत जरूरत है। കാരണം യേശു ഗത്ശമനയില് അവനെ ഏൽക്കുവാൻ പോകുന്ന പീഡനങ്ങളെ കുറിച്ച്, കഷ്ടതയെ കുറിച്ച് അറിഞ്ഞിട്ട് അവൻ കരയുകയാണ്. അവന്റെ വിയർപ്പുകൾ രക്തത്തുള്ളി പോലെ പുറത്തു വരികയാണ്. और कारण यह है क्योंकि यीशु मसीह आने वाला जो संकट और पीड़ा जो गतसमनी में होना है, उसी के विषय में आमीन यीशु मसीह आमीन रो रहा है, दुख मना रहा है और उस विषय में वे प्रार्थना भी कर रहा है। നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിനെ കണ്ടുകൊണ്ട് പറയുകയാണ്, നിങ്ങളെ അതിൽ നിന്ന് വിടുവിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഇന്നൊന്ന് പ്രാർത്ഥിപ്പേൻ. और आप और हम जो आने वाले दिनों में जो संकट को सामना करने जा रहे हैं, उन बातों को सोचकर यीशु हमसे विनती करता है कि तुम कुछ समय मिलकर मेरे साथ प्रार्थना करो ताकि मैं तुम्हें उस परिस्थिति से छुड़ा सकूं। എന്താണ്? കൂടെ നടന്നവർ അവനെ ബിട്രേൽ ചെയ്യാൻ, അവനെ ഒറ്റുകൊടുക്കാൻ പോകുകയാണ്, ചതിക്കാൻ പോകുകയാണ്. कारण यह है क्योंकि यीशु मसीह के साथ अब तक चले हुए में से कुछ लोग उसे धोखे में पकड़वाने जा रहा है। അവൻ അനുഭവിക്കാൻ പോകുന്ന സഫറിങ്സ്, और यीशु मसीह जो कोई संकट, जो कुछ संकट उसके अपने जीवन में अनुभव करने के लिए रहा, ഇതെല്ലാം കണ്ടുകൊണ്ടാ പറയുന്നത്, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. और ये सारी बातों को सामने रखकर देखकर यीशु मसीह अपने चेलों से बात का विनती करता है कि तुम जागते हुए प्रार्थना करो। ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇൻ ഇന്ത്യ നമ്മള് ഫേസ് ചെയ്യാൻ പോകുന്ന ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസില് നമുക്ക് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടമാണ്. और आज मुझे आपसे ये बात को कहना है कि भारत में हम आने वाले दिनों में जो संकट को हमें सामना करना है, उस विषय के प्रति इन दिनों में एक मन होकर हमें प्रार्थना में बैठना है। യേശു അവരോട് പറഞ്ഞില്ല, നമ്മള് ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നു പോകുകയാണ്, നമുക്ക് എങ്ങനെയെങ്കിലും ഗവൺമെന്റിനെ ഒന്ന് സ്വാധീനിക്കണം, അധികാരികളെ നമുക്ക് സ്വാധീനിക്കണം, പീലാത്തോസിന്റെ ചിന്തകളെ മാറ്റിയെടുക്കണം, യഹൂദന്മാരുടെ ചിന്തകളെ മാറ്റിയെടുക്കണമെന്നല്ല യേശു പറഞ്ഞത്. കാരണം ഈ പ്രോസസ്സ് ഞാൻ അനുഭവിക്കേണ്ടത് തന്നെയാണ്, എങ്കിലേ ഒരു മഹത്വീകരണം ഉണ്ടാകത്തുള്ളൂ, ഒരു ഗ്ലോറിഫിക്കേഷൻ. यीशु मसीह अपने चेलों से इस प्रकार से नहीं कहा कि हमें इस प्रकार से प्रार्थना करना है ताकि सरकार के अंदर हम इन पक्ष को रख सके, या पिलातूस के हृदय को परमेश्वर बदल दे, या फिर आने वाला संकट में से प्रभु हमें बचा दे। परंतु यीशु जानता था कि इस प्रकार के संकट में से उसे होकर गुजरना है ताकि उसकी महिमाकरण के अवसर में वे पहुंच पाए। പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് റെമഡി, മറ്റൊരു പരിഹാരമായി മറ്റൊന്നില്ല. പിന്നെയോ പ്രാർത്ഥനയ്ക്ക് പകരം പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. प्रार्थना के पर्याय में और कुछ हमें उस स्थान में नहीं रख सकते हैं। प्रार्थना करने के स्थान में हमें प्रार्थना करना जरूरी है। പ്രാർത്ഥനയാണ് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്നത്. और प्रार्थना ही हमें विजय की ओर हमें ले चलता है। ആർക്കും കടന്നു ചെല്ലുവാൻ സാധിക്കാത്ത മേഖലയിലേക്ക് പ്രാർത്ഥനയ്ക്ക് കടന്നു ചെല്ലുവാനായിട്ട് സാധിക്കും. कोई भी जहां प्रवेश नहीं कर पाते हैं, वहां प्रार्थना के सामर्थ्य से हमारे जीवन में अपने कार्यों को हम कर सकते हैं। നമുക്ക് ഹെൽപ്ലെസ് ആയിട്ട്, മറ്റുള്ളവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഹെൽപ്ലെസ് ആയിരിക്കുമ്പോൾ നാം മുട്ടുമടക്കുന്നുവെങ്കിൽ ദൈവം അതിന്റെ മേൽ അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്ന നാം കഴിഞ്ഞ നാളിൽ കണ്ടിട്ടുണ്ട്. और हम जब निसहाय अवसर में कोई भी हमारी सहायता नहीं कर सकते, ऐसे बेबस परिस्थिति में यदि हम घुटने टेक कर प्रार्थना करते हैं तो परमेश्वर हमारे लिए वहां पर कार्य कर सकता है। നെഹമ്യാവിന്റെ ചരിത്രം അനവധി പ്രാവശ്യം ഞാൻ പലയിടങ്ങളിൽ പ്രസംഗിച്ചിട്ടുണ്ട്. नेहम्या के विषय में मैंने कई बार कई स्थानों में मैंने प्रचार किया है। 1-ാം അധ്യായം 4-ാം വാക്യം പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, അവനൊരു ഹെൽപ്ലെസ് മനുഷ്യൻ, ഒരു അടിമയായിരുന്നു, അവന് പ്രവാസത്തിൽ പോയവനായിരുന്നു. പക്ഷെ അവൻ ഒരു കാര്യം ചെയ്യാൻ സാധിക്കുമായിരുന്നു, ഇരുന്ന് ഉപവസിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുവാൻ സാധിക്കുമായിരുന്നു.
नहम्याह के विषय में एक अध्याय उसके 4 आयत में लिखा है कि वे गुलामी में गए हुए में से थे। उसके पास कोई भी प्रकार का आमीन उसे अपने को या अपने लोगों को मदद करने का कोई भी सहारा नहीं था, परंतु नहम्याह वहां पर आमीन प्रभु से प्रार्थना कर रहा था। ഒരിടത്തും കണ്ടിട്ടില്ലാത്ത ഒരു ചരിത്രം അവിടെ പുതുതായി സൃഷ്ടിക്കപ്പെടുകയാണ്. और कहीं पर भी ना देखा हुआ ऐसा एक इतिहास वहां पर नए रीति से रचने के लिए प्रभु वहां मदद करता है। എന്നെ കേൾക്കുന്ന ദൈവവേദലെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ചരിത്രത്തെ തിരുത്തി എഴുതുവാൻ ദൈവത്തിന് സാധിക്കും. നാം അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരല്ലേ? और मेरे प्रिय सुनने वाले लोगों, यदि हम प्रार्थना करते हैं तो हमारे जीवन की इतिहास को बदलने के लिए परमेश्वर से वो संभव है, और हमने आज तक उसको अनुभव करते आया भी हैं। നെഹമ്യാവിന്റെ പ്രാർത്ഥനാ ജീവിതം, ഉപവാസ പ്രാർത്ഥന, കരച്ചില് ഇസ്രായേലിന്റെ ചരിത്രത്തെ മാറ്റി എഴുതുവാൻ ഇടയായെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ, നിങ്ങൾ പ്രവർത്തിക്കുന്ന ചർച്ചിൽ, നിങ്ങൾ പ്രവർത്തിക്കുന്ന ദേശത്ത് ചരിത്രത്തെ തിരുത്തി എഴുതുവാൻ ദൈവത്തിന് സാധിക്കും. മനുഷ്യരിൽ ആശ്രയിക്കുന്ന വിട്ടുകളക. और मेरे सुनने वाले प्रिय लोगों, नेहम्याह के जीवन में यदि परमेश्वर अपना कार्य कर सकता है तो आमीन उसकी इतिहास को बदलने में परमेश्वर मदद कर सकता है, तो मेरे और आपके जीवन में और मेरे और आपके सेवकाई के क्षेत्रों में, कलीसियाओं में यदि हम प्रार्थना करते हैं तो परमेश्वर हमारी परिस्थितियों को बदल सकता है। നിങ്ങൾ हमारी എവിടെ सोच विचारों को हम छोड़ दे और प्रभु में हम निर्भर हो जाएं। നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അടിമയായ ഒരു ജോലിക്കാരന്റെ അടുക്കിലേക്ക് ഒരു രാജാവ് കടന്നു വന്ന് സംസാരിക്കുക, നിനക്ക് എന്തോ വേണമെന്ന്? और आपने कहीं सुना है कि एक गुलाम एक व्यक्ति के पास एक राजा आकर पूछता है कि तुझे क्या चाहिए, तेरा चेहरा इतना उदास क्यों है? അതാണ് പ്രാർത്ഥനയുടെ ശക്തി. वहीं पर हम प्रार्थना का वो ताकत को हम देख पाते हैं। എസ്രായോട് രാജാവ് പറയുകയാണ്, एजरा से राजा इस प्रकार से कह रहा है, നിന്റെ യാത്രയ്ക്ക് ആവശ്യമായ എല്ലാ പടയാളികളെയും എല്ലാ സേനകളെയും ഞാൻ നിനക്ക് പ്രൊട്ടക്ഷന് വേണ്ടി തരാമെന്ന്. तेरे आमीन यात्रा के लिए आवश्यक जितना सेना है उन सबको, या जितनी सुरक्षा है उन सबको मैं प्रदान करता हूं। ഇല്ല, ഞങ്ങളെ ദൈവം നോക്കിക്കൊള്ളുന്ന് പറഞ്ഞിട്ട് വന്ന് അവര് 3 ദിവസം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. और तब उन्होंने इस प्रकार से कहा कि नहीं, हमें परमेश्वर हमारा देख रेख करेगा, और ये लौट कर आकर 3 दिन उपवास और प्रार्थना कर रहे थे। രാജാവിന്റെ വാഗ്ദത്തത്തിൽ അവർ ആശ്രയിച്ചില്ല. राजा के दिए हुए जो आमीन जो आश्वासन है उस पर उन्होंने आसरा नहीं किया। എസ്തേറിലേക്ക് നമുക്ക് പോയി നോക്കാം. एस्तेर के जीवन में हम जाकर देखें, ഒരു കുലത്തെ മുഴുവൻ, ഒരു വംശത്തെ മുഴുവൻ നശിപ്പിക്കുവാനുള്ള ഓർഡർ ഉണ്ടായിട്ടും അവിടെ വിജയിക്കുവാൻ ഇടയായത് ഒന്ന് മാത്രമാണ്. രട്ടിലും വെണ്ണീറിലും ഇരുന്ന് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കരച്ചിലോടും അഭയയാചനയാണ് അവിടെ വിജയിക്കുവാൻ ഇടയായത്. और एस्तेर के समय में हम जानते हैं कि एक पूरे कौम या एक पूरे कुल को नष्ट करने के लिए जब वे लोग आमीन इस प्रकार से कार्यों को आमीन योजनाओं को बना रहा था, वे लोग उपवास और राख अपने ऊपर डालकर वे लोग जब प्रार्थना किए तो प्रभु ने वहां का स्थिति को बदल दिया। പൗലോസിനോടും ശീലാസിനോടും ചോദിച്ചു നോക്കിക്കേ, ദേഹം മുഴുവൻ മുറിവേറ്റ് അട്ടികൊണ്ട് ജയിലിൽ കിടക്കുമ്പോൾ അവർ അവിടെ ദൈവത്തെ ആരാധിച്ചു, സത്യത്തിലും ആത്മാവിലും ആരാധിച്ചു. ദൈവം ഇറങ്ങി വന്ന് ഒരു ഭൂകമ്പമുണ്ടാക്കി വിടുവിച്ചുവെങ്കിൽ നമ്മുടെ മഹാരാഷ്ട്രയിൽ, നമ്മുടെ ഇന്ത്യയിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കാതിരിക്കുമോ? എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥന ഒരു ആത്മീയ ഭൂകമ്പം ഉണ്ടാക്കട്ടെ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരുവാൻ ഇടയാകട്ടെ. അതിന് മറ്റൊരു ഉപാധിയുമില്ല, മറ്റൊരു സൊല്യൂഷനുമില്ല. പ്രാർത്ഥനയും ഉപവാസവും, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക, നാം അലേർട്ടാകുക. there is no any other way. और पौलुस और सीलास के संदर्भ में हम देखते हैं कि शरीर में पूरा मार खाने के चोट को अनुभव करते हुए भी वे लोग रात के समय में प्रार्थना और आराधना करने के उस संदर्भ में हम देखते हैं कि किस प्रकार से उन्हें वहां से परमेश्वर ने बाहर निकलने के लिए मदद किया। तो इस अनुभव में और इस संदर्भ में हमें भी याद करना है कि हमारे महाराष्ट्र में हो या हमारे भारत देश में हो, हमारी स्थिति को बदलने के लिए, हमारे
सारे आमीन इतिहास को बदलने के लिए प्रार्थना और उपवास के अलावा हमारे लिए और कोई उपाय बाकी नहीं है। രാഷ്ട്രീയ പാർട്ടികൾക്ക് നിങ്ങളെ വിടുവിക്കുവാൻ സാധിക്കാതിരിക്കുമ്പോൾ, ഗവൺമെന്റിന്റെ പ്രതിനിധികൾക്ക് നിങ്ങളെ വിടുവിക്കാൻ സാധിക്കാതിരിക്കുമ്പോൾ, പോലീസ് സേനയ്ക്ക് നിങ്ങളെ വിടുവിക്കാൻ സാധിക്കാതിരിക്കുമ്പോൾ, പ്രൈസല് പത്രോസിന്റെ ജയിലിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിന്റെ ദൂതന്മാർ ഇന്നും ആക്റ്റീവാണ്. പ്രൈസലോൾ. നാം പ്രാർത്ഥിക്കുമെങ്കിൽ അവൻ നമുക്ക് വേണ്ടി ദൂതന്മാരെ അയക്കും. जब राजकरण के लोग, जब हमारे कोई आमीन आमीन हमें छुड़ा नहीं सकता, कोई सरकार के प्रतिनिधि हमारा कोई बचाव नहीं कर सकते, ना कोई व्यक्ति हमारे लिए कुछ नहीं कर पाते हैं, तब हम याद रखना है, हम यदि जागते हुए प्रार्थना करने के लिए हम तैयार होते हैं, तो जिस प्रकार से परमेश्वर ने अपने दासों को आमीन वचन में हमें बताते हैं कि कैसे वे उतर आकर उनको मदद किया, वैसे परमेश्वर हमारे लिए उतर आकर अपने स्वर्गदूतों को भेजकर हमारी मदद कर सकता है। ഒരു മാനുഷിക ശക്തികൾക്കും എന്നെയും നിങ്ങളെയും വിടുവിക്കാൻ സാധിക്കാതിരിക്കുമ്പോൾ, എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥനയുടെ ശക്തിക്ക് ദൈവദൂതന്മാരെ താഴേക്ക് ഇറക്കുവാൻ സാധിക്കുമെങ്കിൽ, എന്റെ സഹോദരങ്ങളെ, എന്തിന് നിങ്ങൾ മനുഷ്യരിൽ ആശ്രയിക്കുന്നു? നിങ്ങൾ ദൈവത്തിൽ ആശ്രയിപ്പീൻ. ദൈവിക പ്രവൃത്തി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ നാളുകളെ ഓർത്ത് നിങ്ങൾ ദൈവത്തെ സ്തുതിപ്പീൻ. और प्रार्थना के द्वारा यदि परमेश्वर अपने स्वर्गदूतों को भेजकर अपने लोगों को आमीन बचा सकता है, उन्हें छुड़ा सकता है, तो प्रार्थना के उस सामर्थ्य को अनुभव किए हुए हम लोग क्यों मनुष्यों के ऊपर भरोसा करते हैं? प्रभु में भरोसा रखे, प्रभु का कार्यों को पिछले समयों में उसने हमारे लिए जो किया है उनको याद करे और आगे भी उसमें भरोसा करते हुए हम आगे बढ़े। ഇന്ന് നമുക്ക് ദുഃഖകരമായ ഒരു കാര്യം, ഒരു വിഷയം ഉണ്ടാകുമ്പോൾ നാം പരക്കം പാഞ്ഞ് ഓടി നടക്കുവാൻ മണിക്കൂറുകളോളം സമയമെടുക്കും. എന്നാൽ അതിന്റെ പകുതി സമയം ദൈവസന്നിധിയിൽ മുട്ടുകളെ മടക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികളെ അനുഭവിച്ചറിയാം. മനോഹരമായ സാക്ഷ്യം നമുക്ക് മറ്റുള്ള മുൻപിൽ പങ്കിടുവാൻ സാധിക്കും. മറ്റുള്ളവർക്ക് അത് എൻകറേജ് ആയി തീരുവാൻ സാധിക്കും. आज आमीन हमारे बीच में एक बड़ी दुखद बात ये होती है कि जब हमारे बीच में एक समस्या होते हैं, तो हम यहाँ वहाँ भटकते हुए लोगों की सहायता को मांगने के लिए हम समय निकालते हैं, परंतु उसके आधा भी समय यदि हम प्रभु की उपस्थिति में प्रार्थना करने के लिए निकाले होते, तो कैसे परमेश्वर का कार्य को हम अपने जीवन में देख पाते, आने वाले समयों में होने पाए कि हम वैसे प्रभु के उपस्थिति में प्रार्थना करने वाला बने। ഇന്ന് വിവിധ നിലയിലുള്ള നിയമപരമായ പ്രതികൂലങ്ങളെ ക്രിസ്ത്യാനികൾ അഭിമുഖീകരിക്കുമ്പോൾ, ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ. കഴിഞ്ഞ 25 വർഷത്തിൽ കൂടുതലായി ദൈവദാസന്മാരുടെ ഇടയിൽ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. और आज विभिन्न प्रकार से मुश्किलों को, सताव और संकट को जब मसीह लोग हमारे इस देश में जब अनुभव करते आ रहे हैं, मैं आपसे एक बात कहना चाहता हूं कि पिछले 25 साल से मैं परमेश्वर के दासों के बीच में एक बातों को मैं कहते आया हूं। പ്രൈസ് ലോർഡ്. പാസ്റ്റേഴ്സ് മീറ്റിംഗിലായാലും ഏത് നിലയിൽ ദൈവദാസന്മാരുമായി ഡീൽ ചെയ്താലും ഞാൻ പറയുന്നൊരു വിഷയമുണ്ട്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന പ്രാർത്ഥനാലയങ്ങളെ 24 മണിക്കൂറും തുറന്നിടുക എന്ന്. और पासवानों की सभा में हो या पासवानों से किसी भी प्रकार से मुलाकात करने का एक अवसर यदि मुझे प्राप्त होता है, तो उन समयों में मैं सभी प्रभु के दासों से कहता हूं, यदि किसी के आराधनालय आमीन खुद के आराधनालय किसी को है, तो मैं उनसे इस प्रकार से कहता हूं कि वे 24 घंटे उस आराधनालय को खोल कर रखे, ताकि लोग आकर प्रार्थना कर सके। കോടിക്കണക്കിന് രൂപ മുടക്കി പ്രാർത്ഥനാലയങ്ങളെ ബിൽഡ് ചെയ്തിട്ട്, പ്രൈസ് ലോർഡ്, ആഴ്ചയിൽ 2-3 മണിക്കൂർ തുറന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനുമല്ല, പിന്നെയോ 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ ശബ്ദം പട്ടണത്തിൽ ഉയരേണ്ടത് ആവശ്യമാണ്. और करोड़ों रुपए खर्च करके बड़े बड़े आराधनालयों को, मकानों को बनाकर रखते हैं, और केवल हफ्ते का 2 या 3 सभाओं को चलाने के लिए नहीं, परंतु 24 घंटे उसे खोल कर रखकर लोगों को प्रार्थना करने का अनुमति दे दे, ताकि हमारे देश और हमारे राज्य के लिए प्रार्थना का वो दुआ हमेशा उठते रहे।
പലരും പറയുന്ന ഒരു തടസ്സമുണ്ട്, എക്സ്ക്യൂസസ് ഉണ്ട്. എന്താണെന്നറിയാമോ? എല്ലാവരും ജോലി ചെയ്യുന്നവരാണ്, ബുദ്ധിമുട്ടുകളാണ്, വിവിധ എക്സ്ക്യൂസസ് ആണ് അവർ പറയുന്നത്. कई लोग कई प्रकार के बहाना को बनाते हैं और कहते हैं कि सभी लोग नौकरी करने वाले लोग हैं, उन्हें उनके पास समय नहीं है, वो व्यस्त रहते हैं। നിങ്ങളൊന്ന് തുടങ്ങി വെച്ച് നോക്കിക്കേ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാം. आप थोड़ा शुरुआत कर कर देखो और उसके पश्चात आप ये बात को देखते रहें कि आगे क्या कुछ होने वाला है। ഇപ്പോൾ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. अब तो समय पार हो चुका है। നമുക്ക് ഇമാജിൻ ചെയ്യുന്നതിന് അപ്പുറമായ നിയമങ്ങൾ ക്രിസ്തീയ സഭകൾക്കും ക്രിസ്തീയ പ്രസ്ഥാനങ്ങൾക്കും എതിരായി വന്നുകൊണ്ടേയിരിക്കുന്നു. और हम अपने सोच और कल्पना से भी बढ़कर समस्याएं कलीसियाओं के प्रति और मसीही संस्थानों के प्रति उभर कर आ रहे हैं। കർത്താവ് പറഞ്ഞതുപോലെ ഇനിയെങ്കിലും ഇപ്പോഴെങ്കിലും ഈ ലാസ്റ്റ് മൂമെന്റെങ്കിലും നാം അലേർട്ടായാൽ എത്ര നന്നായിരുന്നു. जैसे यीशु मसीह बता रहा है, इस समय तो यदि प्रभु के लोग जागरूक हो जाते और आमीन ऐसे समयों में प्रार्थना करने के लिए शुरुआत करते तो कितना अच्छा होता। ഒരിക്കൽ നാം കണക്ക് പറയേണ്ടവരാണെന്നുള്ള കാര്യം നാം മറന്നു കളയരുത്. हमें बात को भूलना नहीं है, एक समय हमें इस सब के कार्यों के प्रति हमें इसका हिसाब देना है। ഇത് ഞാൻ തുടർമാനമായി സംസാരിച്ചുകൊണ്ടിരിക്കുക. मैं ये लगातार अक्सर ये बातों को मैं कहते आ रहा हूँ। കാരണം അനവധി ദൈവദാസന്മാരുണ്ട് സ്വന്തമായി ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ, സ്വാതന്ത്ര്യത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈവസിയോടുകൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ ഇടമില്ലാതെ അലയുന്ന അനേക ദൈവദാസന്മാർ നമ്മുടെ ചുറ്റുമുണ്ട്. कारण ऐसा है कि बहुत सारे परमेश्वर के दास लोग हैं जो स्वतंत्रता के साथ आकर प्रार्थना नहीं कर पाते हैं, या अपने आमीन आमीन व्यक्तिगत रीति से वे लोग आकर प्रार्थना नहीं कर पाते हैं और यहाँ वहां भटकते हुए अनुभव में रहने वाले बहुत सारे प्रभु के लोग हैं। സ്വന്തമായി ഒരു ഭവനമില്ല, സ്വന്തമായ ആരാധന ആലയമില്ല, സ്വന്തമായി ഒന്നുമില്ലാതെ ബുദ്ധിമുട്ടുന്ന കഷ്ടപ്പെടുന്ന അനേക ദൈവദാസന്മാർ നമ്മുടെ ചുറ്റുമുള്ളപ്പോൾ അവർക്കൊന്ന് ഇരുന്ന് പ്രാർത്ഥിപ്പാനായി നമ്മുടെ ഫെസിലിറ്റീസിനെ ഓപ്പൺ ആക്കി കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ നാം ഇത് ബിൽഡപ്പ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? और जिन लोगों के पास खुद के कोई मकान नहीं है या ना खुद के कोई आराधनालय हैं, वो अपने आमीन अपने अपने परिस्थिति के अनुसार प्रार्थना करने के लिए उनके पास कोई भी प्रकार का सुविधा ना होने के समय में हम इस प्रकार से बड़े बड़े आराधनालय को बनाकर रखकर उसे इस प्रकार से बंद रखने का क्या अर्थ या मतलब बनता है? ചില സ്ഥലങ്ങളില് ചെന്ന് ചോദിച്ചാല് ഭയങ്കര റെന്റാ ചോദിക്കുന്നത്. कई जगह पर हम जब आराधनालय के अनुमति मांगते हैं तो बहुत बड़ा किराया वो मांगने लग जाते हैं। എന്നാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമായിരിക്കാം, അതുകൊണ്ടായിരിക്കും അവർ ഡിമാൻഡ് ചെയ്യുന്നത്. हो सकता है कि उनकी देखरेख के लिए उन्हें पैसे की जरूरत हो, उसी के लिए वे पैसे मांग रहा हो। എന്നാൽ ഒരു കാര്യം ഓർക്കണം, അത് ബിൽഡപ്പ് ചെയ്യുവാൻ ഇടയാക്കിയ ദൈവം അത് മെയിൻറ്റെയിൻ ചെയ്യുവാനും അവസരങ്ങളെ ദൈവം പ്രൊവിഷൻ ഒരുക്കും. लेकिन आप लोग एक बात को याद रखना है कि जिस परमेश्वर ने उसे निर्माण करने के लिए आपको मदद किया था, उसके आगे देखरेख करने के लिए भी वो प्रभु मदद करेगा। അതുകൊണ്ട് എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾക്കാർക്കെങ്കിലും സ്വന്തമായ ഒരു ആരാധനാലയം എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഓപ്പൺ ഇറ്റ്. അടുത്തു വരുന്ന ദിനങ്ങളിൽ നിങ്ങളുടെ സഭയ്ക്കകത്തൊരു ഉണർവുണ്ടാകുവാൻ 24 മണിക്കൂറും തുറന്നിട്ട് ഘട്ടം ഘട്ടമായി 1, 2, 3, 10, 20 പേര് പ്രാർത്ഥിക്കുന്ന അവസരങ്ങളെ ഒരുക്കിയെടുത്താൽ നിങ്ങളുടെ സഭയിലൂടെ ആയിരിക്കാം ഒരു ഉണർവ് പൊട്ടിപ്പുറപ്പെടുന്നത്. मेरे सुनने वाले प्रिय लोगों, यदि आपके कोई स्वयं आराधनालय या आपके कोई ऐसे स्वयं आमीन प्रार्थना का जगह है तो आप उसे 24 घंटे खोल दे, ताकि झुंड में लोग आकर कई समय तक प्रार्थना को कर सके। और मैं आपसे कहना चाहूंगा, हो सकता है कि ऐसे प्रार्थना करने वाले कलीसिया में से परमेश्वर की बेदारी जागृति फूट कर निकलेगी। ഇത് എൻ്റെ സ്വന്തം അനുഭവം കൂടെയാണ്. ये परमेश्वर के दास का अपना अनुभव वो अपने आप को बता रहे हैं। ഒരു സമയത്ത് സ്വന്തമായിരുന്നു പ്രാർത്ഥിക്കാൻ സ്വന്തമായ ഒരു വീടോ സ്ഥലമോ ഇല്ലാതിരുന്നപ്പോൾ ഞാൻ ബോംബെ പട്ടണത്തിൽ അലഞ്ഞു നടന്നിട്ടുണ്ട് ശാന്തമായി എവിടെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാൻ.
और एक समय जब अपने खुद के मकान या कोई रहने का स्थान ना होने के कारण मैं इस मुंबई शहर में कई बार यहाँ वहाँ भटकते चला है कि कहीं बैठकर थोड़ा शांतता के साथ प्रार्थना कर सकूं। അതെ, ഗാർഡനുകളും പ്ലേ ഗ്രൗണ്ടുകളും ബിൽഡിങ്ങിന്റെ ടെറസുകളും ബാത്റൂമുകളും ട്രെയിനിന്റെ ബാത്റൂമുകളും ഒക്കെ ഞാൻ മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട്. और कई ऐसे गार्डन या मैदानों में या बिल्डिंग के छतों में जाकर या बाथरूम में बैठकर ट्रेन के बाथरूम में तक बैठकर घुटने टेक कर प्रार्थना किया हूं ताकि मैं शांतता के साथ प्रार्थना कर सकूं। അന്ന് എന്നെ ആൾക്കാർ വിളിച്ചൊരു പേരുണ്ട്, അഡ്രസ് ഇല്ലാത്തവന്. और तब मुझे लोगों ने इस प्रकार से मेरे ऊपर एक नाम रखे थे कि ये व्यक्ति जिसका कोई पता नहीं है। എന്നാൽ എന്റെ ആ പ്രാർത്ഥനാ ജീവിതം എന്റെ ജീവിതത്തെ ദൈവം മാറ്റിമറിച്ചു. परंतु मेरे वो प्रार्थना जीवन मेरे इतिहास को बदलने के लिए परमेश्वर ने उपयोग किया। ഞാൻ വെറുതെ അല്ല നിങ്ങളോട് പ്രസംഗിക്കുന്നത്. मैं यूं ही आपसे ये बातों का प्रचार नहीं कर ഞാൻ रहा हूं। വെറുതെ ഫിലോസഫിയോ തിയോളജിയോ പറയുകയല്ല. मैं यूं ही आपको मेरे सिद्धांतों को या कोई प्रकार का विज्ञान की बातों को नहीं कह रहा हूं। ക്രിസ്തീയ ജീവിതം ഒരു പ്രാക്ടിക്കൽ ലൈഫാണ്. मसीह जीवन ये एक प्रायोगिक जीवन है। വരുന്ന നാളുകളിൽ നാം അനുഭവിക്കുവാൻ പോകുന്ന നിയമപരമായ കാര്യങ്ങളെ ഓർത്ത് നാം അലർട്ടായി ഈ ദിവസങ്ങളില് 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ ചങ്ങലെ നിങ്ങൾ സൃഷ്ടിക്കുക. और आने वाले समयों में उठकर आने वाले उभर कर आने वाले समस्याओं को सामने रखते हुए आने वाले समय में आमीन निरंतर प्रार्थना करने वाला प्रार्थना श्रृंखला को आप तैयार करें। യേശു പറയുകയാണ്, പ്രൈസ് ലോർഡ്, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ നിങ്ങൾ ഉണർന്നും പ്രാർത്ഥിച്ചും ഇരിപ്പീൻ. यीशु मसीह इसलिए बात को बता रहा है कि जागते रहो और प्रार्थना करते रहो कि तुम परीक्षा में ना पड़ो। There is no doubt you're going to face a difficult situation in coming days. और इसमें कोई शक की बात नहीं है कि हम और आप एक बड़े संकट को आने वाले समय में अनुभव करने जा रहे हैं। അതിന് പൊളിറ്റിക്കൽ കവറിങ് ഒരു റെമഡി അല്ല. और उसी के लिए जो राजनीतिक रूप से हमारे ऊपर जो सुरक्षा है वो हमारा कोई इलाज नहीं बनेगा। നാം ഈ പ്രോസസ്സിലൂടെ തന്നെ കടന്നു പോകേണ്ടവരാണെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. और यीशु मसीह कई बार ये बात को हमें संकेत में और सामने बताया हुआ है कि इस प्रकार की एक प्रक्रिया में से हमें होकर गुजरना जरूरी है। അപ്പൊ നാം കടന്നു പോകേണ്ട പ്രോസസ്സിനെ അഭിമുഖീകരിക്കാൻ അനുഭവിക്കാൻ ആവശ്യമായ ദൈവകൃപ പ്രാപിക്കേണ്ടതിന് നാം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. इसलिए हम और आप जिस प्रक्रिया में से होकर गुजरना है उस प्रक्रिया में हमें सामना करने के लिए जो परमेश्वर का अनुग्रह है उसे इन दिनों में प्राप्त करना बेहद जरूरी है। ഞാനൊരു സംഭവം ഓർക്കുന്നത്, ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കുന്നത് നിങ്ങളോട് പറയാം. मैं अब वर्तमान में एक बात को जो याद कर रहा हूं मैं उस बात को आपको कहने चाहता हूं। എന്റെ ഓർമ്മ ശരിയെങ്കിൽ 1982 നടന്ന ഒരു സംഭവം, ലാസ്റ്റ് മന്ത്സില്. और मेरे याददाश्त यदि सही है तो 1982 के आखिरी महीनों में हुआ एक घटना को मैं आपको बताता हूं। അന്ന് ഞാനൊരു മർത്തോമക്കാരനായിരുന്നു. तब परमेश्वर के दास एक नामदारी कलीसिया मर्थोमा के सभा में शामिल होने वाला व्यक्ति था। ഒരു പബ്ലിക് ഹോളിഡേയ്സിൽ ഞങ്ങൾ 5-6 പേര് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ആർക്കും സ്വന്തമായ വീടില്ല. ബോംബെ പവൈ ഗാർഡൻ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോയി. और एक आम छुट्टी के दिन में हम कुछ 4-5 लोग मिलकर हमें प्रार्थना करने के लिए एक इच्छा तो रहा, लेकिन उस समय किसी के पास उनके खुद के मकान नहीं था। तो वे मुंबई में पवाई नाम के क्षेत्र में एक गार्डन है, एक बगीचा था, वहां पर वे लोग चले गए। ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്പം അകലെയായിട്ടൊരു ശബ്ദം കേൾക്കാം, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. और आमीन ये लोग जब प्रार्थना कर ही रहे थे तो थोड़े दूर में एक और आवाज उनको सुनाई देने लगा, प्रभु की स्तुति हो, प्रभु की स्तुति हो। അവിടെ ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ ഏതാണ്ട് 100-100-നടുത്ത് യങ്സ്റ്റേഴ്സ് ഒന്നിച്ചു കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ശബ്ദമായി ഞങ്ങൾ കേട്ടത്. और वहां पर हम जब उनके पास जाकर देखा तो वहां लगभग 100 के करीब जवान बच्चे बैठकर प्रार्थना करने का एक दृश्य को हमने देखा था। അവരാരും പെന്തക്കോസ്തുകാരല്ലായിരുന്നു, എല്ലാവരും കത്തോലിക്കരായിരുന്നു.
और उस समय हमने जब उनको देखा तो उनमें से कोई भी एक पेंटिकॉस के अनुभव में आए हुए लोग नहीं थे। वे सब कैथलिक ऐसे कलीसिया में जाने वाले लोग थे। അതിന്റെ ലീഡർ ആരായിരുന്നു അറിയാമോ? ഇന്ന് ന്യൂ ബോംബെ താമസിക്കുന്ന അസംബ്ലീസ് ഗോഡിലെ പാസ്റ്റർ തോമസ് മത്തായി ആയിരുന്നു അതിന്റെ ലീഡർ. അദ്ദേഹവും കത്തോലിക്കനായിരുന്നു അന്ന്. और उस समय उनका जो अगुवा जो था, आज वर्तमान में नवी मुंबई में रहने वाले थॉमस मताई जो पास्टर है, वो था उनका एक अगुवा। അന്ന് അദ്ദേഹം കരസ്മാറ്റിക് മൂവ്മെന്റിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. और उस समय उस नामधारी कलीसिया में ही एक आमीन ऐसे करिश्मा के एक कार्यों को आमीन अगुवाई देने वालों में से एक व्यक्ति रहा वो प्रभु के दास। അന്നെല്ലാ ശേഷം അദ്ദേഹത്തെ എല്ലാവരും വിളിക്കുന്ന കരസ്മാറ്റിക് തോമാച്ചൻ എന്നായിരുന്നു. और उसके बाद उन सभी उस अनुभव के बाद उस प्रभु के दास को वहां के सब लोग करिस्मेटिक तोमाचन ऐसे नाम से पुकारते थे। അതിനുശേഷമാണ് അദ്ദേഹവും ഞാനും സ്നാനപ്പെടുന്നത്. और उसके पश्चात प्रभु के दास और वो प्रभु के दास जो हैं आज आमीन, वे लोग बपतिस्मा लेने का अनुभव उनको मिला। അനുഗ്രഹം എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് കയറി വരുന്നതല്ല. आशीष जो हम कहते हैं वो एक दिन में उभर कर आने वाला एक अनुभव नहीं है। ഇന്ന് നിങ്ങൾ ഡിസിഷൻ എടുക്കുമെങ്കിൽ വരുന്ന ദിനങ്ങളിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ ചരിത്രത്തെ തിരുത്തി കുറിക്കും. आज आप एक निर्णय लेते हैं तो आने वाले समयों में आमीन एक एक आमीन एक एक अनुभव से परमेश्वर आपको आमीन आपके जीवन को बदलता चलेगा। ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുക. और थोड़ा मैं बोलकर मैं यहाँ पर मैं समाप्त करना चाहता हूँ। എന്റെ ഈ ശബ്ദം കേൾക്കുന്ന ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, ദൈവമക്കളെ, നിങ്ങളുടെ ഭവനവും നിങ്ങളുടെ പ്രാർത്ഥനാലയങ്ങളും 24 മണിക്കൂറും പ്രാർത്ഥന ഉയരുന്ന ഒരു ഭവനമായി തീരുവാൻ, ആലയമായി തീരുവാൻ ഇടയാകട്ടെ. मेरे आवाज सुनने वाले आप सभी लोगों से मेरी विनती है कि आपके जो भवन है, आपकी जो आराधनालय है, 24 घंटे प्रार्थना उठने वाला एक आराधनालय के समान बदलने पाए। ഒരു ഉണർവ് പുറപ്പെടുവാൻ മറ്റൊരു വഴിയില്ല. പ്രാർത്ഥനയ്ക്ക് പകരം പ്രാർത്ഥന മാത്രം. और एक जागृति फूट निकलने के लिए और कोई रास्ता हमारे पास नहीं है। प्रार्थना की जगह पर हमें प्रार्थना ही करना है। നമ്മുടെ ഭാരതം ഒരു ഉണർവിന്റെ വക്കത്തെത്തിയിരിക്കുന്നു. भारत एक बेदारी के एक आमीन शोर पर पहुंचा हुआ है। എനിക്കും നിങ്ങൾക്കും അതിന്റെ പങ്ക് നഷ്ടപ്പെട്ടു എന്ന് വന്നുകൂടാ. और ऐसा ना होने पाए कि हम और आप उसका जो भाग में से छूट कर निकल जाएं। മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, അവരെങ്ങനെയായിത്തീരുന്നു എന്നുള്ളത് നിങ്ങൾ മറന്നു കളഞ്ഞിട്ട് നമ്മെ വിളിച്ച വിളിക്ക് യോഗ്യമായ ഫലം കായ്ക്കുവാൻ, വിളിയും തിരഞ്ഞെടുപ്പിന്റെയും ഫലം പുറപ്പെടുവിക്കുവാൻ നമുക്ക് പിന്നിലുള്ളത് മറന്ന് മുന്നേറാം. और बाकी लोग क्या कर रहे हैं, कैसे कर रहे हैं, ये बात को छोड़कर प्रभु ने जिस बुलाहट से हमें बुलाया है उस बुलाहट के अनुसार हम आगे बढ़ने के लिए हम तैयार हो। जो पीछे रह गया है उसे छोड़कर आगे की ओर हम बढ़ते चले जाएं। എനിക്ക് നിങ്ങൾക്കും മാതൃക ക്രിസ്തീയ നേതാക്കന്മാരല്ല, യേശു ആയിരിക്കട്ടെ. हम और आपके लिए जो हमारा मार्गदर्शन बनने वाले हमारे अगुवे नहीं परंतु यीशु मसीह स्वयं होने पाए। ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അതുപോലെ ഗ്രഹിപ്പാൻ സാധിച്ചുവെന്ന്. मैं वे विश्वास करता हूं कि मैंने जो बातों को आपसे कहा है वे वैसे ही आप उसे स्वीकार कर पा रहे हैं। വരുന്ന നാളുകൾ ഡിഫിക്കൽട്ടീസ് ആണെന്ന് ഫേസ് ചെയ്യാൻ പോവാണെന്നുള്ള കാര്യം മറന്നു കളയരുത്. आने वाले समयों में हम संकट को सामना करने के लिए हमें अपने आप को तैयार करना है, ये बातों को भूलना नहीं है। രാഷ്ട്രീയ കവറിംഗ് അതിന് നിങ്ങളെ പിടിപ്പിക്കാൻ സാധിക്കത്തില്ല. राजनीतिक रीति से जो उसकी सुरक्षा है वो हमें बचा नहीं सकते हैं। ഒരു നേതാക്കന്മാർക്കും നിങ്ങളെ പിടിപ്പിക്കാൻ സാധ്യമല്ല. कोई भी राजनीतिक अगुवा आपको आपकी परिस्थिति से छुड़ा नहीं पाएगा। നിങ്ങളുടെ മുറിയിലേക്ക്, നിങ്ങളുടെ ജയിലിലേക്ക്, നിങ്ങളുടെ വാസസ്ഥലത്തേക്ക്, നിങ്ങളായിരിക്കുന്ന മേഖലയിലേക്ക് ഇറങ്ങി വരാൻ സാധിക്കുന്ന ഒരു പരിശുദ്ധാത്മാവ്, ഒരു ദൈവപുത്രൻ, ദൈവത്തിന്റെ ദൂതന്മാർ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുമോ? അവർ തയ്യാറായി നിൽക്കുക നിങ്ങൾക്ക് വേണ്ടി.
आपके कमरे में आप जिस स्थान में हैं वहां पर उतर आने के लिए पवित्र आत्मा आपके लिए इंतजार कर रहा है। लेकिन क्या आप प्रार्थना करने के लिए तैयार होते हैं तो प्रभु का आत्मा अपने कार्यों को करेगा। നമ്മുടെ പ്രാർത്ഥനാലയങ്ങൾ 24 മണിക്കൂറും തുറന്നിടട്ടെ. हमारे आराधनालय जो है वे 24 घंटे प्रार्थना के लिए खोल दिए जाएं। നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് പ്രാർത്ഥന ഉയർന്നുകൊണ്ടിരിക്കട്ടെ. हमारे घरों में से प्रार्थना का ध्वनि उठते चले जाएं। ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. इन वचनों के द्वारा प्रभु आप सभी को अनुग्रह और आशीष दे। പ്രൈസ്